പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓട്സ് ഇല്ലെങ്കിൽ ഓവർനൈറ്റ് ഓട്സ്, എഗ് വൈറ്റ്സ് ഇതൊക്കെയാണ് ഞാൻ കൂടുതലും കഴിക്കാറ്. പിന്നെ ലഞ്ചും ഡിന്നറും എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ മാക്സിമം പ്രോട്ടീൻ റിച്ച് ഐറ്റംസ് ആണ് കഴിക്കാറ്. അതായത് ചിക്കൻ, ഫിഷ് ഇല്ലെങ്കിൽ ബീഫ് ഇങ്ങനത്തെ ഐറ്റംസ് ആണ് കൂടുതലും കഴിക്കാറ്. പിന്നെ കുറച്ച് പോർഷൻ കാപ്സ്, കുറച്ച് പോർഷൻ ബ്രൗൺ റൈസും ഞാൻ കഴിക്കും. പിന്നെ ഞാൻ ഈ ഒരു ചിക്കൻ്റെയും ഫിഷിൻ്റെയൊക്കെ കൂടെ നല്ലോണം വെജിറ്റബിൾസ് കഴിക്കും. ചിലപ്പോൾ ബോയിൽ ചെയ്ത് കഴിക്കും, ഇല്ലെങ്കിൽ റോ ആയിട്ട് കഴിക്കും, ഇല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്ത് കഴിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ലഞ്ചിലും ഡിന്നറിലും ഇൻക്ലൂഡ് ചെയ്യാറ്. പിന്നെ ഞാൻ മെയിനായിട്ട് കഴിക്കുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുവ, പപ്പായ, ചെറി, ബെറീസ്, വാട്ടർമെലൺ, പോംഗ്രാനൈറ്റ്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് കഴിക്കുന്ന ഫ്രൂട്ട്സ്. പിന്നെ ഞാൻ അവോയ്ഡ് ചെയ്ത ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ, ബനാന, കസ്റ്റർഡ് ആപ്പിൾ, ജാക്ക് ഫ്രൂട്ട്, പിന്നെ ഗ്രേപ്സ് ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഒഴിവാക്കിയിരിക്കുന്ന ഫ്രൂട്ട്സ്. പിന്നെ സ്നാക്സ് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ കഴിക്കുന്നത് മഖാന, പോപ്കോൺ, പംകിൻ സീഡ്, സുക്കിനി സീഡ് ഇതൊക്കെയാണ് ഞാൻ സ്നാക്സ് കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഓവറായിട്ട് ബദാം, കാഷ്യൂനട്ട്, പിസ്ത ഇതൊന്നും കഴിക്കുന്നത് ഈ വെയിറ്റ് ലോസിന് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വക ഐറ്റംസ് ഒന്നും കഴിക്കാറുമില്ല. പിന്നെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ ഞാൻ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ബട്ടർ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഇതിലൊക്കെയാണ് ഞാൻ എൻ്റെ ഫുഡ് കുക്ക് ചെയ്യാറ്. പിന്നെ സൂപ്പ് ഐറ്റംസ് ആണെങ്കിൽ ഞാൻ ചിക്കൻ സൂപ്പ്, വെജ് ക്ലിയർ സൂപ്പ് ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് കുടിക്കാറുണ്ട്. ഇത്രയും ഫുഡ് ഐറ്റംസിൻ്റെ ലിസ്റ്റ് കേൾക്കുമ്പോൾ ഇതെല്ലാം ഞാൻ ഒരൊറ്റ ദിവസം കഴിക്കണതല്ല. ഈ ഒരു ഫുഡ് ഹാബിറ്റാണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഫോളോ ചെയ്തത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്ത് വേണം കഴിക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഈ കഴിഞ്ഞ 4 മാസം ഞാൻ ഏറ്റവും വലിയ ചലഞ്ച് ഫേസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ എല്ലാവരും എല്ലാ ആഴ്ചയും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ട്രീറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ട്രീറ്റിന് പോകുന്ന സമയത്ത് ഇവരൊക്കെ നല്ല അടിപൊളി ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ മാത്രം ഈ ഡയറ്റ് ഫുഡ് കഴിക്കുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഒരു പരിധിവരെയൊക്കെ ഞാനിത് കൺട്രോൾ ചെയ്യും. അങ്ങനെ കൺട്രോൾ ചെയ്ത് ഇടയ്ക്ക് എനിക്ക് ഡിപ്രഷൻ വരും. ആ ഒരു ഡിപ്രഷൻ വരുന്ന സമയത്താണ് ഞാൻ ചീറ്റ് മീൽസ് എടുക്കാറ്. ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയെക്കുറിച്ച് ഒരു വീഡിയോ ഇടാനുള്ള കാരണം. ഇത് നിങ്ങളും ഫോളോ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതാണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ചെയ്ത കാര്യങ്ങൾ.